ഹായ് ഫ്രണ്ട്സ്, ഗീതാ ഗോവിന്ദത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മുടെ ഗോവിന്ദ് രാധികാമ്മയുടെയും വരുണിൻ്റെയും കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. കിഷോർ അവരുടെ തെളിവുകൾ നശിപ്പിച്ചതൊക്കെ ഗോവിന്ദ് ഇങ്ങനെ സി ഐയോടും എസ് പിയോടും പറയുന്നുണ്ട്. എന്നിട്ട് ഗോവിന്ദ് പറയുന്നുണ്ട്, അജാസും അവർണികയും കൂടെയാണ് എനിക്ക് ആ തെളിവുകൾ പിന്നെ തന്നത് എന്നൊക്കെ ഗോവിന്ദ് പിന്നെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് അവർണികയോട് ഗോവിന്ദ് പറയുന്നുണ്ട്, ഈ തെളിവുകൾ എനിക്ക് ഇപ്പോഴാണ് കിട്ടേണ്ടത് എന്ന് എൻ്റെ അച്ഛൻ തീരുമാനിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടല്ലേ ഈ തെളിവുകൾ എനിക്കിപ്പോൾ കിട്ടിയത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർണിക പറയുന്നുണ്ട്, വീട്ടിലെ പഴയ സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്താണ് കിഷോർ ഇത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്, എനിക്കത് ഇപ്പോഴാണ് കിട്ടിയത്, അതാ ഞാൻ സാറിൻ്റെ അടുത്ത് ഇപ്പോൾ കൊടുന്നതെന്ന് പറയുന്നുണ്ട്. അന്ന് ഗീതു അവളുടെ ജീവൻ പണയം വെച്ചിട്ടാണ് ഈ തെളിവുകളൊക്കെ ഉണ്ടാക്കിയത്, പക്ഷേ ആ കിഷോർ അതൊക്കെ നശിപ്പിച്ചു. പക്ഷേ അന്ന് സാറിനോടത് പറഞ്ഞപ്പോൾ സാറ് വിശ്വസിക്കുകയും ചെയ്തില്ല. ഇന്നിപ്പോൾ കണ്ടില്ലേ തെളിവുകളൊക്കെ ഓരോന്നായി കിട്ടുന്നത് എന്നൊക്കെ അവർണിക പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദാണെങ്കിൽ പറയുന്നുണ്ട്, ഈ തെളിവുകൾ ഇപ്പോഴാണ് അവർണിക എനിക്ക് ആവശ്യപ്പെട്ടത്, ഇപ്പോഴാണ് അത് ഉപകാരമുള്ളതും, അതുകൊണ്ട് എനിക്കിപ്പോൾ അത് വിലപ്പെട്ടതാണ് എന്നൊക്കെ ഗോവിന്ദ് അവർണികയോട് പറയുന്നുണ്ട്. ഇതൊക്കെ ആലോചിച്ചതിന് ശേഷം ഗോവിന്ദ് എസ് പിയോട് പറയുന്നുണ്ട്, ആ തെളിവുകൾ കിട്ടിയ 1 മണിക്കൂറിനകം ഞങ്ങൾ കളി തുടങ്ങി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സി ഐ പറയുന്നുണ്ട്, സത്യദാസും അനാർക്കലിയും തന്ന തുക എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്, അത് വെച്ച് നമുക്ക് പോലീസ് അസോസിയേഷൻ്റെ പരിപാടി ഗംഭീരമായിട്ട് നടത്താമല്ലേ സാർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ഈ വർഷത്തെ പോലീസ് അസോസിയേഷൻ്റെ പരിപാടി ഫുള്ള് വഹിക്കുന്നത് AGM ആയിരിക്കും, ആ തുക വല്ല ചാരിറ്റിക്കും കൊടുത്തേക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് ഗോവിന്ദ്. അപ്പോൾ എസ് പി ചോദിക്കുന്നുണ്ട്, എന്തോ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ കമ്പനി അനുഭവിക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ, അതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് സാർ, അങ്ങനെ ഒരു രേഷ്മ എന്ന പേര് പെൺകുട്ടി വിചാരിച്ച AGM ഒന്നും സംഭവിക്കില്ല, അങ്ങനെയല്ല ഞാൻ AGM പണിതിട്ടുള്ളത്, അത്രയും സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് അവിടെ, അത് ഞാൻ വെറുതെ അവരുടെ മുന്നിൽ നാടകം കളിച്ചതല്ലേ, എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ഇനി ഒരിക്കലും നീക്കില്ല പൊന്തില്ല എന്നൊക്കെ വിചാരിച്ചത് കൊണ്ടല്ലേ അനാർക്കലി സത്യദാസു ഇപ്പോൾ എൻ്റെ മുന്നിൽ വന്ന് ഇതൊക്കെ പറയാൻ ധൈര്യം കാണിച്ചത്, അല്ലെങ്കിൽ അവർ പറയുമായിരുന്നോ എന്നൊക്കെ പറയുന്നുണ്ട് ഗോവിന്ദ്. പിന്നീട് ഗോവിന്ദ് പറയുന്നുണ്ട്, പാവം എൻ്റെ ഗീതു ഇതൊക്കെ കണ്ടിട്ട് കുറേ കരഞ്ഞിട്ടുണ്ട്, അത് മാത്രമേ ഒരു സങ്കടമുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ SCI പറയുന്നുണ്ട്, അതൊന്നുമില്ല സാർ, സ്റ്റേഷനിലെത്തുന്നത് വരെ ആ വൈഫിന് നല്ല വിഷമം ഉണ്ടായിരുന്നു, പിന്നീട് അവളുടെ വിഷമം കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ അജാസ് എല്ലാം അവളോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് സാർ പേടിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദനാണെങ്കിലോ സന്തോഷമാവുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ. പിന്നീട് SP പറയുന്നുണ്ട്, നമുക്ക് വേണ്ട തെളിവുകളായി, നമുക്ക് അവരെ അറസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, അതിപ്പോൾ നടക്കില്ലല്ലോ സാർ, ഇപ്പോഴും ഗീതുവും മാർഗഴിയും അവരുടെ കസ്റ്റഡിയിലാണ്, അവർക്കൊരു കുഴപ്പമില്ലാതെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണം, എന്നിട്ട് വന്നാവാം നമുക്ക് എല്ലാം എന്നൊക്കെ പറയുന്നുണ്ട് ഗോവിന്ദ്. അപ്പോൾ എന്നിട്ട് പിന്നീട് ഗോവിന്ദ് പറയുന്നുണ്ട്, ഈ ഡ്രാമ കളിക്കാൻ ഞങ്ങൾക്ക് കുറച്ചുകൂടെ പെർമിഷൻ തരണം സാർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ SP ആണെങ്കിലോ സമ്മതിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നതാണെങ്കിലോ അനാർക്കലി ഗീതുവിൻ്റെ കെട്ടഴിക്കുന്നതാണ്, അങ്ങോട്ടേക്കാണെങ്കിലോ മാർഗഴിയും രാധികയും വരുന്നുണ്ട്. അപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട്, കാണാൻ എന്നെപ്പോലെയുള്ള ഈ കുട്ടി ഏതാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സത്യദാസ് പറയുന്നുണ്ട്, നിൻ്റെ കള്ളക്കളിയൊന്നും വേണ്ട ഗീതു മോളെ, ഞങ്ങൾക്കെല്ലാം അറിയാം എന്നൊക്കെ പറയുന്നുണ്ട് സത്യദാസ്. പിന്നീട് ഗീതുവിനോട് അനാർക്കലി പറയുന്നുണ്ട്, ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സൈൻ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ മാർഗഴി പറയുന്നുണ്ട്, അതൊരിക്കലും ചെയ്യരുത്, അത് ചെയ്താൽ നിന്നെ കൊല്ലോ ഇവർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഗീതു പറയുന്നുണ്ട്, അതെനിക്ക് അറിയാം മാർഗഴി, പക്ഷെ നമുക്ക് വിനോദിനെ രക്ഷിക്കണ്ടേ, വിനോദ് ഇവരുടെ കസ്റ്റഡിയിലാണ് ഉള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാർഗഴി പറയുന്നുണ്ട്, അതൊക്കെ ഇവർ വെറുതെ നാടകം കളിക്കുക, വിനോദ് ഇവരുടെ ആളാണ് എന്നൊക്കെ മാർഗഴി പറയുന്നുണ്ട്. അപ്പോൾ ഗീതു ആണെങ്കിലും ഞെട്ടുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന അനാർക്കലി തോക്ക് നേരെ മാർഗഴിയുടെ നേരെ ചൂണ്ടുന്നുണ്ട്. അപ്പോൾ ഗീതുവിനാണെങ്കിലോ പേടിയാവുന്നുണ്ട്. അപ്പോൾ ഗീതുവിനോട് പിന്നെ അനാർക്കലി പറയുന്നുണ്ട്, നീ ഇപ്പോൾ ഒപ്പിട്ട് തന്നില്ല എന്നുണ്ടെങ്കിൽ വിനോദിനെ മാർഗഴിയൊക്കെ ഞാൻ കൊല്ലുമെന്ന് അനാർക്കലി പറയുന്നുണ്ട്. അപ്പോൾ മാർഗഴി പറയുന്നുണ്ട്, എന്നെ കൊല്ലുന്നതിൽ എനിക്ക് കുഴപ്പമില്ല ഗീതു, പക്ഷെ ഒപ്പിട്ട് കൊടുത്താൽ നിന്നെ ഇവർ കൊല്ലും, അതുകൊണ്ടാണ് ഞാൻ വേണ്ട എന്ന് പറയുന്നുണ്ട് മാർഗഴി. അപ്പം ഗീതു പറയുന്നുണ്ട്, വിനോദും മാർഗഴി സേഫ് ആവുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഒപ്പിട്ട് തരുള്ളൂ എന്ന് പറയുന്നുണ്ട് മാർഗഴി. അപ്പോഴാണെങ്കിലും ദേഷ്യം വന്ന അനാർക്കലി ഗീതുവിനെ നേരെ തോക്ക് ചൂണ്ടുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, ഞാൻ ഒപ്പിട്ട് തരാതെ നിങ്ങൾ എന്നെ കൊല്ലില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ CI അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഗായ്സ് നമുക്ക് തൽക്കാലം ആണുങ്ങളെ കൊല്ലാം, ഗോവിന്ദനെ കൊല്ലാം, സ്ത്രീകൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ എന്നൊക്കെ CI പറയുന്നുണ്ട്. എന്നിട്ടാണെങ്കിലോ ഗോവിന്ദ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഗോവിന്ദനെ കണ്ട രാധികാമ്മ ചോദിക്കുന്നുണ്ട്, കണ്ണൻ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, എൻ്റെ അച്ഛനെ കൊന്നതുപോലെ എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ഇവരെന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാധികയാണെങ്കിലും ഞെട്ടുന്നുണ്ട്, മാധവേട്ടനെ കൊന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ CI പറയുന്നുണ്ട്,
പറയുന്നുണ്ട്, SP പെട്ടെന്ന് പോയി, അതുകൊണ്ട് ഞാൻ ഈ അർദ്ധരാത്രിക്ക് അവൻ നിന്നില്ല, ഇയാളെ സത്യദാസും അനാർക്കലിയും പറഞ്ഞതുപോലെ ഇയാളെ ഇങ്ങോട്ടേക്ക് കൊടുന്നു എന്ന് പറഞ്ഞിട്ട് SP അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് ഗീതുവിനോട് ഗോവിന്ദ് പറയുന്നുണ്ട്, ഗീതു ഇവർ നമ്മൾ എന്തായാലും കൊല്ലും, അതുകൊണ്ട് നീ അത് ഒപ്പിട്ട് കൊടുത്തേക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, കണ്ണേട്ടൻ പറഞ്ഞ് എനിക്ക് വേറെ അപ്പീലില്ല, അതുകൊണ്ട് സോറി മാർഗഴി, ഞാൻ ഒപ്പിട്ട് കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഗീതു ഒപ്പിടാൻ പോകുന്നുണ്ട്. എന്നിട്ട് ഗീതു അത് വായിച്ചിട്ട് പറയുന്നുണ്ട്, വരുണേട്ടനും രാധികാമ്മയ്ക്കും മാത്രമല്ല കണ്ണേട്ട, സത്യദാസിനും അനാർക്കലി നമ്മുടെ കമ്പനിക്ക് തുല്യ അവകാശമുണ്ട് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും കുഴപ്പമില്ല, നമ്മൾ മരിക്കാൻ പോവില്ല, ഞാൻ ഒപ്പിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് ഗീതു ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒപ്പിട്ടതിന് ശേഷം ഗോവിന്ദ് പറയുന്നുണ്ട്, അല്ല ഗീതു, കമ്പനി നിൻ്റെ പേരൊക്കെ എഴുതി തന്നൊന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണല്ലോ, അപ്പം നീ ഒപ്പിട്ട് കൊടുത്താൽ വല്ല കാര്യം ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, അന്ന് നമ്മൾ കിഷോറിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോസ്റ്റാറ്റ് കട വാങ്ങിച്ചിട്ട് AGM എന്ന് പറഞ്ഞ് പേരിട്ടില്ലേ, ആ കട അത് എൻ്റെ പേരിലാണല്ലോ, ആ കട ഇവർക്ക് കൊടുക്കാം, അത് ഇവർക്ക് എടുക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട് ഗീതു. അതൊക്കെ കേട്ട് ദേഷ്യം വന്ന് സത്യദാസ് ചോദിക്കുന്നുണ്ട്, അപ്പം നീ ഞങ്ങളെ പറ്റിക്കുകയായിരുന്നല്ലേ, കമ്പനി ഗീതുവിൻ്റെ പേരിൽ എഴുതി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കുകയായിരുന്നല്ലേ ഗോവിന്ദേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, അത് മാത്രമല്ലല്ലോ, നിങ്ങളിപ്പോൾ ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന നാടകത്തിൻ്റെ തിരക്കഥാകൃത്തും സംവിധായകനും ഒക്കെ ഞാൻ തന്നെയല്ലേ എന്ന് പറയുന്നുണ്ട് ഗോവിന്ദ്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് കൈത്ത് വിലങ്ങഴിക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ ഭാസ്കരനൊക്കെ മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് ഗോവിന്ദ് പറയുന്നുണ്ട് ഭാസ്കരനോട്, നിങ്ങൾ നിങ്ങളുടെ വായിന്ന് തന്നെ എൻ്റെ അച്ഛനെ കൊന്നത് നിങ്ങളാ എന്നുള്ള പറയുന്ന തെളിവൊക്കെ പോലീസിന് കിട്ടിക്കഴിഞ്ഞു, ഇനി നിങ്ങൾ എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്യും എന്നൊക്കെ ഗോവിന്ദ് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന അനാർക്കലിക്കാണെങ്കിലോ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് അനാർക്കലി ഗോവിന്ദിന് നേരെ തോക്ക് ചൂണ്ടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, സത്യങ്ങളെല്ലാം നീ അറിഞ്ഞ സ്ഥിതിക്ക് ആദ്യം ഞാൻ നിൻ്റെ അച്ഛൻ്റെ സ്ഥലത്തോട്ട് പറഞ്ഞു വിടും, എന്നിട്ട് മാത്രമേ ഞങ്ങൾ ജയിൽവാസത്തിന് പോവുള്ളൂ എന്നൊക്കെ അനാർക്കലി പറയുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദിന് നേരെ തോക്ക് ചൂണ്ടുന്നുണ്ട്. തോക്ക് ചൂണ്ടുന്ന സമയത്ത് രാധികാമ്മ അത് തടയാൻ നിൽക്കുന്നുണ്ട്, അത് പിടിച്ച് വലിക്കുന്നുണ്ട്. അനാർക്കലി അവനെ കൊല്ലരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനാർക്കലി പറയുന്നുണ്ട്, രാധികയെ നീ മാറി, എനിക്ക് അവനെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് രാധികാമ്മയും അനാർക്കലിയും പിടിയും വലിയും നടക്കുന്നുണ്ട്. ആ പിടിയും വലിയും നടക്കുന്ന സമയത്ത് നമ്മുടെ അനാർക്കലി രാധികാമ്മ കൊല്ലുന്നുണ്ട്. രാധികാമ്മയുടെ കയ്യിൽ നിന്ന് തോക്ക് പൊട്ടിയിട്ട് അനാർക്കലി മരിക്കുന്നുണ്ട്. എന്നിട്ട് SCI പറയുന്നുണ്ട്, എല്ലാവരെയും പിടിച്ച് അറസ്റ്റ് ചെയ്യടോ എന്ന് പറഞ്ഞിട്ട് പോലീസ് വണ്ടിയിൽ കയറ്റാനൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് എല്ലാവരെയും പോലീസ് വണ്ടിയിൽ കയറ്റുന്നുണ്ട്. എല്ലാവരും പോയതിന് ശേഷം അനാർക്കലിക്കാണെങ്കിലോ ബോധം വരുന്നുണ്ട്. എന്നിട്ട് ഗോവിന്ദിനോട് പറയുന്നുണ്ട്, നീ എന്നെ കൊന്നുവല്ലേ ഗോവിന്ദ, നിന്നെ കൊല്ലാൻ വേണ്ടി എൻ്റെ മകൾ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിലോ ഗോവിന്ദ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഈ വിധി നിങ്ങൾക്ക് എൻ്റെ അച്ഛനായിട്ട് വരുത്തി വെച്ചതാണ്, സ്വന്തം മകൾ കൺമുന്നിൽ ഉണ്ടായിട്ട് പോലും നിങ്ങളത് അറിയാതെ പോയല്ലോ എന്ന് പറഞ്ഞ് ഗോവിന്ദ് ചിരിക്കുന്നുണ്ട്. അപ്പോൾ അനാർക്കലി ചോദിക്കുന്നുണ്ട്, ആരാ ഗോവിന്ദ എൻ്റെ മകളൊന്ന് പറയുമോ എന്നൊക്കെ പറഞ്ഞ് കാല് പിടിക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിലോ ഗോവിന്ദ് പറയുന്നുണ്ട്, അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾക്ക് എല്ലാ കടമകളും ചെയ്തു കൊടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്, എന്നാൽ കൂടി നിങ്ങൾ അവളെ കൊല്ലാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. അവളെ ആദ്യം എൻ്റെ അമ്മയും പിന്നെ ഞാനും പിന്നെ എൻ്റെ ഭാര്യയൊക്കെ സ്നേഹിക്കുന്നത് സൂക്ഷിക്കുന്നതൊക്കെ ഞങ്ങളുടെ ഹൃദയത്തിലാണ് എന്നൊക്കെ ഗോവിന്ദ് പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ അനാർക്കലിക്ക് മനസ്സിലാവുന്നുണ്ട് രഞ്ജു ആണ് അവളുടെ മകള് എന്നൊക്കെ അനാർക്കലിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നീടാണെങ്കിലോ അതൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം അനാർക്കലി മരിക്കുന്നുണ്ട്. പിന്നീട് ഗീതു ഗോവിന്ദിനോട് ചോദിക്കുന്നുണ്ട്, കണ്ണേട്ടനെ എല്ലാം അറിയായിരുന്നു അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അറിയായിരുന്നു ഗീതു എന്ന് പറയുന്നുണ്ട്. പിന്നീടാണെങ്കിലും നമ്മുടെ അജാസ് പോയിട്ട് CIനോട് ചോദിക്കുന്നുണ്ട്, കിഷോറിനെ കൊന്നവരെ പറ്റി സാറിന് ഒരു വിവരവും ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ CI പറയുന്നുണ്ട്, കിഷോറിനെ കൊന്നതിന് ശേഷം അവർ പല വണ്ടികളായിട്ട് ബോംബെയിൽ എത്തിയിട്ടുണ്ട്, പിന്നെ ലണ്ടനിൽ എത്തിയെന്നാണ് വിവരം കിട്ടിയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിലും ഗോവിന്ദ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഗോവിന്ദിനോട് ചോദിക്കുന്നുണ്ട്, കിഷോറിനെ പിടിക്കാൻ സാറിൻ്റെ കയ്യിൽ ഇതുപോലെ വല്ല ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നത്, നിൽക്കുന്നു അജാസിനെ പിടിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ CI ചോദിക്കുന്നുണ്ട്, അജാസോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, അല്ല, അജാസിൻ്റെ കയ്യിൽ നല്ല ഐഡിയാസ് ഉണ്ട്, അതൊക്കെ അജാസ് പറഞ്ഞു തരും, അങ്ങനെ നിങ്ങൾക്ക് അവരെ പിടിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ ചിരിക്കുന്നുണ്ട്. പിന്നീട് രഞ്ജുവിനെ കൂട്ടിയിട്ട് ഗോവിന്ദ് അനാർക്കലിയുടെ ഡെഡ് ബോഡി കാണാൻ എത്തുന്നുണ്ട്. എന്നിട്ട് രഞ്ജുവിനോട് പറയുന്നുണ്ട്, അവളുടെ കാല് തൊട്ട് വന്ദിക്ക് മോളെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രഞ്ജു ചോദിക്കുന്നുണ്ട്, അതെന്തിനായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, നിന്നെ മരിച്ചു കിടക്കുന്ന ഒരാളുടെ മുന്നിൽ അനാദരവ് കാണിക്കരുത് മോളെ, നീ ഏട്ടൻ പറയുന്നത് പോലെ ചെയ്യേന്ന് പറയുന്നുണ്ട്. എന്നിട്ട് രഞ്ജു അത് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ പുറത്തിറങ്ങി രഞ്ജു ഗോവിന്ദിനോട് ദേഷ്യപ്പെടുന്നുണ്ട്, ഏട്ടൻ എന്തിനാ അവരെ കാണാൻ എന്നെ ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നത്, എനിക്ക് അവരെ കാണുന്നത് പോലും ഇഷ്ടമല്ല, എന്നിട്ടാണ് ഏട്ടൻ അവരുടെ കാല് തൊട്ട് വന്ദിക്കാൻ പറയുന്നത്, എനിക്കതൊന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദാണെങ്കിലോ പറയുന്നുണ്ട്, അവരോട് മരിച്ചു കിടക്കുന്ന ഒരാളോട് നമ്മൾ ചെയ്യേണ്ട ഒരു മര്യാദയാണ് മോളെ അത്, മാത്രമല്ല നിൻ്റെ ധ്യാൻ്റെയും കല്യാണം നടത്തി തന്നത് അവരല്ലേ, ഒരമ്മയുടെ സ്ഥാനമല്ലേ അവർക്ക് നിങ്ങൾ കൊടുത്തിരുന്നത്, അതുകൊണ്ട് നിങ്ങളങ്ങനെ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അവരുടെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ധ്യാനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, അങ്കിൾ അവനെ കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രഞ്ജുവിനാണെങ്കിലോ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് ധ്യാൻ വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വരും മോളെ എന്ന് പറയുന്നുണ്ട് ഗോവിന്ദ്.
പിന്നീടാണെങ്കിലും നമ്മുടെ മാർഗഴി എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ പ്രിയ പറയുന്നുണ്ട്, ചേച്ചിക്ക് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ, ഞങ്ങൾ ചേച്ചീനെ ഇപ്പോഴല്ലേ പരിചയപ്പെട്ടിട്ടുള്ളൂ, കുറച്ച് ദിവസം ഇവിടെ നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മാർഗഴി പറയുന്നുണ്ട്, നിങ്ങളെന്നെ പരിചയപ്പെട്ടിട്ട് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ, പക്ഷേ നിങ്ങൾ എന്നെ ഗീതുവിൻ്റെ ഡ്യുവൽ പേഴ്സണാലിറ്റി ആയിട്ട് എന്നോട് കുറേ സങ്കടമൊക്കെ പറഞ്ഞതല്ലേ നീയെ, ആ സങ്കടം കേട്ടിട്ടാണ് ഞാൻ വിനോദിനെ പോയി 2 പൊട്ടിച്ച്. അവൻ എൻ്റെ അനിയനായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനെ ശരിക്കും ശരിയാക്കിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ മാർഗഴി രേഖയോട് പറയുന്നുണ്ട്, ചേച്ചി വിഷമിക്കാണ്ടിരിക്കെ, വാളെടുത്തവൻ വാളാലെന്ന് വിചാരിച്ചാൽ മതി, അവൻ ജയിലിൽ പോയി വരുമ്പോഴേക്കിങ്ങനെ നന്നായിക്കോളും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേഖ പറയുന്നുണ്ട്, ആ ഒരു വിചാരം മാത്രമേ എനിക്കുള്ളൂ, ജയിലിൽ പോയി വരുമ്പോഴെങ്കിലും നന്നായാൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രിയ പറയുന്നുണ്ട്, നന്നായില്ലെങ്കിൽ മാർഗഴി ചേച്ചിയെ നമുക്ക് ഇങ്ങോട്ട് വിളിച്ചാൽ പോരെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാർഗഴി പറയുന്നുണ്ട്, ആ ഫോൺ എടുത്തിട്ട് എന്നെ വിളിച്ചാൽ മതി രേഖേച്ചി, ഞാൻ എവിടെയാണെങ്കിലും ഞാൻ പറന്നെത്തും എന്ന് പറയുന്നുണ്ട്. പിന്നീടാണെങ്കിലും ഇതൊക്കെ കേട്ട് വരുന്ന ഗീതു അവളോട് പറയുന്നുണ്ട്, നീ എങ്ങോട്ടേക്കാണ് പോകുന്നത്, നീ പോയാൽ നമ്മുടെ അമ്മയ്ക്ക് വിഷമാവില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാർഗഴി പറയുന്നുണ്ട്, സോറി ഗീതു, എനിക്ക് പോയേ പറ്റുള്ളൂ, പവിഴത്തെ വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റില്ല, ഇത്രയും കാലം എന്നെ നോക്കി വളർത്തിയത് അവരല്ലേ, അവരോട് എനിക്ക് കുറച്ച് മര്യാദ കാണിക്കണ്ടേ, നമ്മുടെ അമ്മയെ ഫുള്ളായിട്ട് വേണ്ട എന്ന് വെക്കുമെന്നല്ല ഞാൻ പറയണത്, അമ്മേനെ നിന്നെയും കാണാനൊക്കെ ഞാൻ ഇടയ്ക്ക് വരും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടാണെങ്കിലോ ഗോവിന്ദ് പറയുന്നുണ്ട്, അവളെ തടയേണ്ട ഗീതു, അവൾ പറഞ്ഞതാണ് ശരി, അവൾ അവിടെ പോയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ടാണെങ്കിലോ രഞ്ജുവിനോട് മാർഗഴി പറയുന്നുണ്ട്, നിൻ്റെ വിളർച്ചയൊക്കെ മാറിയിട്ട് നിനക്കൊരു തക്കുട് കുട്ടനെ ജന്മം നൽകാനായിട്ട് ഞാൻ കുറച്ച് മരുന്നുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ കഴിച്ചിട്ട് നീ ഒരു തക്കുട് കുട്ടനെ ജന്മം നൽകണം എന്നൊക്കെ പറയുന്നിട്ട് മാർഗഴി അവിടെ നിന്ന് പോകുന്നുണ്ട്. മാർഗഴി പോകുമ്പോഴാണെങ്കിലോ ഗീതുവിനൊക്കെ വിഷമം വരുന്നുണ്ട്. അങ്ങനെ മാർഗഴി പോകുന്നത് നോക്കി നിൽക്കുന്നത് ഗീതുവിനെയും ഗോവിന്ദിനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഗീതാ ഗോവിന്ദ അവസാനിക്കുന്നത്. ഇതുപോലെയുള്ള സീരിയൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.